ഹായ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വണ്ടി ഓടിച്ച് നോക്കാൻ പോകുന്നത് ഫ്രാൻസിലെ ഹൈവേ കൂടെയാണ്. നമ്മളിന്ന് ഓടിക്കാൻ പോകുന്ന വണ്ടി റെനോൾട്ടിൻ്റെ കങ്കോ ആണ്. നമ്മൾ നേരത്തെ ഓടിച്ച് നോക്കിയ റെനോ ക്ലിയോയിൽ വരുന്ന സെയിം എഞ്ചിൻ ആണ് കങ്കോയിലും വരുന്നത്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇതൊരു കാർഗോ പെർപ്പസ് വാഹനമാണ്. നമ്മൾ ഒരു ഷിഫ്റ്റിംഗ് വർക്ക് ചെയ്യാനായിട്ട് ഈ വണ്ടി എടുത്തിട്ട് പോയതായിരുന്നു. നമുക്കിപ്പോൾ ഫ്രാൻസിലെ ഹൈവേകളിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിലെ ഹൈവേയിലിട്ട് കയറാനായിട്ടുള്ള അപ്രോച്ച് റോഡ് വഴി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ചെന്ന് ഒരു ഹൈവേയിലേക്ക് ഇപ്പോൾ കയറും. നമ്മളിപ്പോൾ നേരെ ഒരു സിഗ്നലിലേക്ക് കയറും. ആ സിഗ്നൽ ക്രോസ് ചെയ്ത് നമ്മൾ പാരീസ് ഡയറക്ഷനിലുള്ള ഹൈവേയിലേക്ക് നേരെ ചെന്ന് ഇപ്പോൾ കയറും. നമ്മുടെ മുന്നിൽ പോകുന്നത് പോളോ ആണ് കേട്ടോ. കേരളത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ പോളോ എടുക്കാൻ നോക്കി നടപ്പുണ്ട്. ഇപ്പോൾ വീണ്ടും ഇന്ത്യയിൽ റീലോഞ്ച് ആയിട്ടുണ്ട് പോളോ. അങ്ങനെ നമ്മൾ വീണ്ടും പോളോയുടെ പുറകെ വെച്ച് പിടിപ്പിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഞാൻ ലെഫ്റ്റ് സൈഡ് ട്രാക്ക് എടുത്തു. നമ്മുടെ റൈറ്റ് സൈഡിലൊരു വണ്ടി വരുന്നുണ്ട്, പക്ഷേ അവർക്ക് അവിടെ സ്റ്റോപ്പ് സിഗ്നൽ ഉള്ളതുകൊണ്ട് എനിക്ക് കടന്നു പോവാം. ഞാൻ നേരെ ചെന്ന് ഇപ്പോൾ ഹൈവേയിലോട്ട് കയറും. അങ്ങനെ ഞാൻ ഹൈവേയിലോട്ട് കയറി. ഇപ്പോൾ നമ്മൾ പാരീസ് ഡയറക്ഷൻ ലക്ഷ്യമാക്കി പാരീസിൻ്റെ ബുൾവാർഡ് പെരിഫറിക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് സ്പീഡ് ക്യാമറകളുണ്ട്. സ്പീഡ് ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്പീഡിലല്ല പോകുന്നത്, ലീഗൽ സ്പീഡ് കീപ്പ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു ക്യാമറയുടെ ഇൻഡിക്കേഷൻ നമ്മുടെ റൈറ്റ് സൈഡിലുണ്ടാവും. ഞാനതൊരു യെല്ലോ മാർക്കിങ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ മാർക്കിംഗ്, ഇതാണ് സിഗ്നൽ. ആ സിഗ്നൽ കടന്ന് കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പീഡ് ക്യാമറ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാനത് ഒരു യെല്ലോ മാർക്കിംഗ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാമറ. യെസ്, നമ്മൾ ആ ക്യാമറേനെ കറക്റ്റായിട്ട് സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്ത് തന്നെ ക്രോസ് ചെയ്ത് പോന്നു. ഞാൻ ഉച്ച സമയത്താണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ച ആയതുകൊണ്ട് തന്നെ റോഡിൽ ആൾക്കാരും തന്നെ ഇല്ലാന്ന് തോന്നുന്നു. ഒന്നോ രണ്ടോ വണ്ടികൾ അതിലേ ഉണ്ട്. ബാക്കി വേറെ ആരും വണ്ടികളൊന്നുമില്ല. നല്ല ചൂടാണ്. യൂറോപ്പിൽ ഫ്രാൻസിൽ ഇപ്പോൾ പൊതുവെ നല്ല ചൂടാണ്. ചൂട് കാലാവസ്ഥയാണ്. നല്ല ടെമ്പറേച്ചറുണ്ട്. 30-35 എബോവ് ടെമ്പറേച്ചറുണ്ട്. അതും ഭയങ്കര ചൂടായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ നൈസായിട്ട് ഈ ഹൈവേ മറ്റൊരു ഹൈവേ ആയിട്ട് പോയി ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഈ ബെൻഡ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആ ബെൻഡിലെല്ലാം അത് ബെൻഡാണെന്ന് കാണിക്കാനുള്ള ആരോസ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഹൈവേയുടെ ഇൻ്റർസെക്ഷനിലേക്ക് തിരിഞ്ഞ് കയറി ചെല്ലുകയാണ്. നമ്മുടെ പ്രയോറിറ്റി ലൈനൊക്കെ കഴിഞ്ഞു. ഇനി ആ ഹൈവേക്കാണ് പ്രയോറിറ്റി ഉള്ളത്. എനിക്ക് ലെഫ്റ്റ് സൈഡിലെ ഹൈവേയിലേക്കാണ് കയറേണ്ടത്. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഹൈവേയിലേക്ക് കയറി ചെല്ലുന്നതോറും ആ ട്രാക്ക് സിംഗിൾ ലൈനായി. എൻ്റെ സൈഡിലെ ബോർഡർ ലൈൻ സിംഗിൾ ലൈനായിരുന്നു, ഇപ്പോൾ ഡോട്ടഡ് ലൈനായി. ഡോട്ടഡ് ലൈനിൽ മാത്രമാണ് എനിക്ക് ഹൈവേയിലേക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ഗ്രാജുവലി ആ ഡോട്ടഡ് ലൈൻ വന്ന് ഹൈവേയിലെ ഒരു ട്രാക്കായിട്ട് മാറി. ഞാൻ വന്ന് കയറിയ ഹൈവേയിലെ ഏറ്റവും സ്ലോ സ്പീഡിൽ പോകുന്ന ട്രാക്കിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി പയ്യെ ഞാൻ എൻ്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രാക്കിലേക്ക് വണ്ടി മാറ്റും. കാരണം ഈ ഹൈവേ ഇപ്പോൾ 4 ലൈനാണ്. ഇത് 2 ലൈൻ ആയിട്ട് 2 ഹൈവേ ആയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ സ്പ്ലിറ്റ് ആവും. അപ്പോൾ എനിക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലെ ഹൈവേയിലാണ്, റൈറ്റ് സൈഡിലെ ഹൈവേയിലല്ല. ഞാൻ ഫ്രാൻസിൻ്റെ നോർത്ത് ഡിറക്ഷനിൽ പോകുന്ന A1 ഓട്ടോ റൂട്ട് 1ലേക്കാണ് കയറാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ബോർഡ് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ആ റോഡിൻ്റെ പേരെന്താണെന്നും ആ റോഡ് ഏതൊക്കെ സിറ്റിയിലേക്ക് പോകുന്നുണ്ടെന്നും. എനിക്ക് പോകേണ്ട ഹൈവേയിൽ ട്രാഫിക് കിട്ടി. ചെറിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഹസാർഡ് ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്ത് ബ്രേക്ക് ചെയ്ത് ആ സ്പീഡ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ ഫോർഡിൻ്റെ വണ്ടിക്കാരൻ കറക്റ്റായിട്ട് റൈറ്റ് സൈഡിലെ ട്രാക്കിൽ വന്ന് ഇൻഡിക്കേറ്റർ പോലും ഇടാതെ എൻ്റെ മുന്നിൽ കയറ്റി. നമ്മൾ പുള്ളിനെ നൈസായിട്ടും കയറ്റി വിട്ടു. നമുക്കങ്ങ് പോയിട്ട് ധൃതിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ ആ ഹൈവേയുടെ ഏറ്റവും ഹൈ സ്പീഡ് ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈ സ്പീഡ് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് 90 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഉണ്ട് ഈ ഹൈവേക്ക്. ആ ലിമിറ്റ് കീപ്പ് ചെയ്താണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലെ ഡിവിഷൻ ലൈനിനോട് ചേർന്നിട്ട് അല്ല ഒരിക്കലും വണ്ടി ഓടിക്കേണ്ടത്. നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് വണ്ടികളിൽ ലെഫ്റ്റ് സൈഡിലെ ബോർഡർ ലൈൻ, സിംഗിൾ ലൈൻ കാണുന്നതാണ് ആ ഹൈവേയുടെ ബോർഡർ ലൈൻ. ആ ലൈൻ ചേർത്തിട്ട് വേണം എപ്പോഴും ലെഫ്റ്റ് സൈഡിലെ ഹൈ സ്പീഡ് ട്രാക്കിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കാൻ. കാരണം ആ സെൻട്രൽ ലൈനിലൂടെ ബൈക്കേഴ്സ് കയറി വരാനുള്ള സാധ്യതയുണ്ട്. ബൈക്കേഴ്സ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ലൈൻ ചേർന്ന് റൈറ്റ് സൈഡിലെ ലൈൻ ചേർന്ന് വണ്ടി ഓടിച്ചാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡ് ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡിലെ
ബോർഡർ ലൈൻ ചേർത്ത് വണ്ടി ഓടിക്കുക. റൈറ്റ് സൈഡ് ട്രാക്കുകളിൽ പോകുന്ന വാഹനങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ അത് കൃത്യമായി കാണാം. നമ്മൾ അങ്ങനെ 110 സ്പീഡ് ലിമിറ്റ് ഉള്ള ലൈനിലേക്ക് വന്ന് കയറി. ഇപ്പോൾ ഈ ഹൈവേയുടെ സ്പീഡ് ലിമിറ്റ് 110 ആണ്. നമ്മൾ നല്ല വേഗതയിൽ തന്നെയാണ് പോകുന്നത്. ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈ ഓവറിൻ്റെ മേളിൽ കൂടെയാണ്. നമ്മളത് അറിയുന്ന പോലുമില്ല ഞാൻ ഫ്ലൈ ഓവറിൽ കൂടെയാണ് ഓടിക്കുന്നത് എന്നുള്ളത്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിവശത്ത് ഒരു ഹോൾ സിറ്റി തന്നെ ഉണ്ട്. കുറേ വീടുകളും എല്ലാമായിട്ടുള്ളൊരു നഗരം തന്നെയുണ്ട്. നമ്മൾ വീണ്ടും ഒരു ഹൈവേ ഇൻ്റർസെക്ഷനിൽ വന്നു. പാരീസിൻ്റെ ഉള്ളിൽ നിന്ന്, പാരീസ് ടൗൺ ഭാഗത്ത് നിന്ന് വരുന്ന ഹൈവേ ആണ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറി വരുന്നത്. നമ്മൾ ആ ഹൈവേയിലേക്കാണ് വന്ന് കയറിയത്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്നി ലാൻഡ് ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ നമ്മൾ ഡിസ്നി ലാൻഡ് ആ ഭാഗത്തോട്ടല്ല പോകുന്നത്, നമ്മൾ എയർപോർട്ട് ഭാഗത്തോട്ടാണ് പോകുന്നത്. ഈ ട്രാക്ക് 4 ലൈൻ ട്രാക്കാണ്. നല്ല വേഗതയിൽ തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ള വാഹനങ്ങളും ഞാനും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നല്ല ഫാസ്റ്റായിട്ടാണ് വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള വണ്ടികളുണ്ട്. എൻ്റെ മുന്നിൽ ഇപ്പോൾ കയറിപ്പോയ ഒരു വണ്ടി നെതർലാൻഡ്സിൽ നിന്ന് വന്നതാണ്. UK നിന്ന് വന്ന വണ്ടികൾ ഒരെണ്ണം എൻ്റെ മുന്നിലുണ്ട്. ഹൈവേ അവിടെ നിന്ന് ഡിവൈഡ് ആകുകയാണ്. അതിനുള്ള ട്രാഫിക് സിഗ്നൽ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഹൈവേയിൽ നമ്മൾ ഈ പോകുന്ന വഴിക്കൊരു സ്പീഡ് ക്യാമറ ഉണ്ട്. ഞാൻ എപ്പോഴും പോകുന്ന വഴി ആയതുകൊണ്ട് എനിക്കത് അറിയാം. ക്യാമറയുടെ സൈൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നൊരു ബെനിഫിറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 4 ലൈനിലാണല്ലോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ 4 ലൈൻ ട്രാക്കിൻ്റെ ഏറ്റവും സ്ലോവസ്റ്റ് ട്രാക്കായ റൈറ്റ് സൈഡിലേക്ക് മാറി വേറെ ഒരു ഹൈവേ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ശരിക്കും ആ ക്യാമറ മെയിൻ ഹൈവേക്ക് മാത്രമുള്ളതാണ്. ഇവിടെ തൊട്ട് ഹൈവേ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഇനി ആ ക്യാമറ ആ ലെഫ്റ്റ് സൈഡിലെ 3 ട്രാക്കുകളെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. നമ്മുടെ ട്രാക്കിൽ അത് ഫോക്കസ് ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഡിവിഷൻ വരുന്നത് കൊണ്ടും സ്പീഡിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടുമാണ് അവിടെ ആ ക്യാമറ വെച്ചിരിക്കുന്നത്. ആ ക്യാമറ ആ അറ്റത്തെ സൈഡിലായതുകൊണ്ട് തന്നെ അതെനിക്ക് കൃത്യമായി കാണാനും സാധിക്കുന്നില്ല. ഞാൻ നേരെ എൻ്റെ ട്രാക്കിൽ പോവുകയാണ്. എൻ്റെ ട്രാക്കിന് സ്പീഡ് ലിമിറ്റ് വ്യത്യാസമുണ്ട്, മറ്റേ ട്രാക്കിനും സ്പീഡ് ലിമിറ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ തൊട്ട് ഹൈവേ ഡിവൈഡ് ആവുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡായി. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പുതിയ ഹൈവേയിൽ മാറി. ഇനി നമ്മൾ ഈ ഹൈവേ നേരെ പോകുന്നത് CDG എയർപോർട്ട്, ഷാന്തഗുൾ എയർപോർട്ട്. അവിടെ നിന്ന് അങ്ങനെ നേരെ പോയാൽ ലില്ല് നിന്ന് വീണ്ടും നേരെ ബെൽജിയം വഴി നെതർലാൻഡ്സ്, അങ്ങനെ സ്ട്രെയിറ്റ് നോർത്തേൺ യൂറോപ്യൻ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഹൈവേ ആണിത്. ഓട്ടോ റൂട്ട് 1 എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ ട്രക്ക് ഓടിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാർ സ്ഥിരം വണ്ടി ഓടിക്കുന്ന ഒരു റോഡാണ് ഓട്ടോ റൂട്ട് 1. ഞാനും ഒരു സമയത്ത് സ്ഥിരം A1 ഒരുപാട് വണ്ടി ഓടിച്ചിരുന്ന ഒരാളാണ്. നമ്മൾ ഒരു ടണലിനുള്ളിൽ വന്നു. ടണലെല്ലാം ലൈറ്റെല്ലാം ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ടണലുകളിൽ എപ്പോഴും എല്ലാ തരത്തിലുള്ള ഇവാക്വേഷൻ, അതായത് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ടണലുകളിൽ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടണലുകളിൽ നമുക്ക് ഇവിടുത്തെ പോലീസ്, എയ്ഡ് സംവിധാനങ്ങളെല്ലാം കോൺടാക്റ്റ് ചെയ്യാനുള്ള ബൂത്തുകളുണ്ട്. എല്ലാ നിശ്ചിത ദൂരത്തിലും, എനിക്ക് തോന്നുന്നത് 700 മീറ്ററിലോ ആണെന്ന് തോന്നുന്നു, എല്ലായിടത്തും നമുക്ക് ബൂത്തുകൾ ഉണ്ട്. ആ ബൂത്തിൽ ചെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും ഇവരെ. അവർ പെട്ടെന്ന് വരികയും ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ വീണ്ടും ഒരു ഹൈവേ ഇൻ്റർസെക്ഷൻ കടന്നു. നമ്മുടെ ഹൈവേയിലേക്ക് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഈ ടണലിനകത്ത് തന്നെ. യൂറോപ്പിലെ ഹൈവേകളിൽ വണ്ടി ഓടിക്കുമ്പം നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സിറ്റ് എടുക്കുന്നിടത്ത് മാത്രമായിരിക്കും നമ്മൾ നല്ലൊരു രീതിയിൽ വണ്ടി ഓടിക്കുകയാണ്. ഒരുപാട് ചവിട്ടി പിടിച്ച് വണ്ടി ഓടിക്കാതെ മാന്യമായിട്ട് ക്രൂസ് ചെയ്ത് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാത്രമേ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ബ്രേക്ക് ചെയ്യേണ്ടി വരുള്ളൂ. ഹൈവേയിലുണ്ടാകുന്ന വണ്ടികൾ കൂടുതൽ ഹൈവേയിലേക്ക് വന്നിട്ടുണ്ടാകുന്ന കൺജഷൻസ് ഒഴിച്ച് നിർത്തിയാൽ വളരെ സ്മൂത്തായിട്ട് വണ്ടികൾ ഓടിക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിസൈനാണ് ഇവിടുത്തെ ഹൈവേകൾക്കുള്ളത്. നമ്മൾ ടണലിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. നല്ല സ്പീഡിലാണ് ടണലിൽ കൂടെ നമ്മൾ കടന്നിങ്ങ് പോകുന്നത്. നമ്മൾ ആ ടണലിൻ്റെ എക്സിറ്റ് ഭാഗത്തെത്തി. റോഡിൽ ചെറിയൊരു കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടികൾ ഒരുപാടുണ്ട്. നമുക്കൊരു സഡൻ ബ്രേക്കിങ് ആവശ്യമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നമ്മുടെ മുന്നിലെ വണ്ടി ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്തു. നമ്മൾ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്തു. കണ്ടോ, ഇങ്ങനെ എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടി വളരെ മാന്യമായി അവിടെ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്തപ്പോൾ ഞാനും അത് ഓൺ ചെയ്തു. ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. അത് ടോ ചെയ്ത് കൊണ്ടുപോകാനുള്ള ലോറിയും എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ആ ഒരു ബ്രേക്കിംഗ് മൂലം മാത്രം നമുക്ക് റോഡിൽ കൺജഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ചെയ്തു. റോഡ് മൂവിങ് ആണ്, പക്ഷേ സ്പീഡ് കുറവാണ്.
ഈ ഹൈവേയുടെ മൂന്നാമത്തെ ട്രാക്ക്, സ്പീഡ് കുറഞ്ഞ ട്രാക്കിൽ വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ ട്രാക്കിൽ നിന്നാണ് നമ്മൾ എക്സിറ്റ് എടുക്കുന്നത്. എക്സിറ്റുകൾ ഇപ്പം ഇവിടെ തന്നെ ഒരു എക്സിറ്റ് ഉണ്ട്, ഇനി മുന്നോട്ട് ചെല്ലുമ്പോഴും ആ ട്രാക്കിലൊരു എക്സിറ്റ് ഉണ്ട്. അങ്ങനെയാണ് ആ ട്രാക്കിൽ വണ്ടികൾ മൂവ് ആകുന്നത്. ശരിക്കും എനിക്ക് വേണമെങ്കിൽ ആ ട്രാക്ക് എടുത്ത് മുന്നിലേക്ക് പോവാം, പക്ഷെ അങ്ങനെ അല്ല ശരിക്കും നമ്മൾ വണ്ടിയായിട്ട് പോകേണ്ടത്. നമ്മൾ ഏത് ട്രാക്കിൽ നിൽക്കുന്നോ കൺജഷൻ ഉള്ള സമയത്ത് നമ്മൾ ആ ട്രാക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു റെയിൽവേ ട്രാക്കാണ്. ഒരു റെയിൽവേ ട്രാക്കുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ട്രെയിൻ സ്റ്റേഷനും ഉണ്ട്. RER സ്റ്റേഷൻ എന്ന് പറയും. ഫ്രാൻസിൽ റെയിൽവേ സ്റ്റേഷൻസിനെ RER സ്റ്റേഷൻ അല്ലെങ്കിൽ ഗാർ എന്നാണ് പറയുക, ലെഗാർ എന്ന് പറയും. അങ്ങനെ ഹൈവേ കൺജസ്റ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം ക്രോസ് ചെയ്ത് പോകുന്ന എല്ലാ ഹൈവേ ഇൻ്റർസെക്ഷൻസും കഴിഞ്ഞിട്ട് ഹൈവേ വന്നിട്ട് ഒന്നാകുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗം. അതുകൊണ്ട് തന്നെ എല്ലായിടത്തുനിന്നും വരുന്ന വണ്ടികൾ ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ട്രാഫിക് ഈ ഭാഗത്ത് കിട്ടാറുണ്ട്, എപ്പോഴും ഉള്ളതാണ്. നമ്മൾ പയ്യെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടി. നമ്മുടെ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട്, അത് UK നിന്ന് വന്നതാണ്. ഒരു ഓപ്പൺ വണ്ടി, മെർസഡീസിൻ്റെ വണ്ടിയാണ്. വണ്ടി കൊള്ളാം, സിൽവർ കളറാണ് പെയിൻറ്റിങ് ഒക്കെ. എന്തായാലും സാധനം കൊള്ളാം, വണ്ടി കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ട്രാഫിക് പയ്യെ മൂവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും മൂവായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഒരുപാട് വണ്ടികളുണ്ട്, പീഷോ, മെർസഡീസ്, ടൊയോട്ട. ടൊയോട്ടയുടെ വണ്ടി കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ കയറ്റി വെച്ചു. ബോൾട്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ, ടാക്സിയാണ് അതിൻ്റെ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ RER സ്റ്റേഷൻ. അവിടെ ട്രെയിനുകൾ, ലോക്കൽ ട്രെയിനുകൾ നിർത്തുന്നൊരു സ്റ്റേഷൻ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് വണ്ടി കയറാനായിട്ട്. അങ്ങനെ ഹൈവേ മൂവായെന്ന് നമ്മൾ വിചാരിച്ചാണ്, വീണ്ടും നൈസായിട്ടൊരു ചെറിയ ബ്ലോക്ക് കിട്ടി. ബ്ലോക്കെന്ന് പറയാൻ പറ്റില്ല, മൂവിങ് ആണ്, പക്ഷെ ട്രാഫിക് ഉണ്ട്. റോഡിനൊരു ഇച്ചിരി സ്പീഡ് കുറവുണ്ട്, അത്ര തന്നെ ഉള്ളൂ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രെയിൻ വരുന്നുണ്ട്, മുമ്പ് കണ്ട RER സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ റോഡിലെ ലൈൻ മഞ്ഞ കളറായിട്ടുണ്ട്. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കുകളാണ് മഞ്ഞ കളറായത്. ലെഫ്റ്റ് സൈഡിലെ ബോർഡർ, അത് കഴിഞ്ഞിട്ടുള്ള ഡിവിഷനും മഞ്ഞ കളറാണ്. എന്നാൽ റൈറ്റ് സൈഡിലെ ബോർഡർ വെള്ള കളറാണ്. അതായത് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേയിൽ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. മെയിൻ്റനൻസ് നടക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആ റൈറ്റ് സൈഡിലെ ട്രാക്ക് അവിടെ നിന്ന് ഡിവൈഡായി വേറെ ഒരു ഡിസ്ട്രിക്ട് ഹൈവേയിലേക്ക് കണക്റ്റ് ആവുന്നത് കൊണ്ട് ആ ഹൈവേയിൽ മെയിൻ്റനൻസ് നടക്കാത്തതുകൊണ്ടാണ് അവിടെ മഞ്ഞ വരയ്ക്കാത്തത്. നമ്മുടെ ട്രാക്ക് ഡിവൈഡ് ആയപ്പോൾ നമ്മുടെ രണ്ട് ബോർഡറിലും ഇപ്പോൾ ഒരു മഞ്ഞ കളർ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ ബ്ലോക്ക് കിട്ടി. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഹൈവേയുടെ 3 ലൈൻ ആവേണ്ടടുത്ത് 2 ലൈനേ ഉണ്ടാവുള്ളൂ, ഒരു ലൈൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കൺജഷൻ ആയിരിക്കണം അവിടെ കിട്ടുന്നത് നമുക്ക്. എൻ്റെ മുന്നിൽ UK നിന്ന് വന്നതാണെന്ന് തോന്നുന്നു, ഒരു റേഞ്ച് റോവർ പോകുന്നുണ്ട്. UK നിന്ന് വന്ന വണ്ടിയാണ് കേട്ടോ. എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്ക് അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലെ 2 ട്രാക്ക് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇവിടെ നിന്ന് 3 ലൈൻ ആവേണ്ടതായിരുന്നു ആ ഡിവിഷൻ കഴിഞ്ഞിങ്ങി വരുമ്പോൾ. അത് നമുക്ക് 2 ലൈനുള്ള അതിൻ്റെ ഒരു ട്രാഫിക് കൺജഷൻ നമുക്ക് ഈ റോഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്ന റേഞ്ച് റോവർ UK രജിസ്ട്രേഷനാണ് കേട്ടോ. UK നിന്ന് വന്ന വണ്ടിയാണ്, ഇവിടെ ഉള്ള വണ്ടി അല്ല അത്. UK നിന്ന് ഫ്രാൻസിലോട്ടും ഫ്രാൻസിൽ നിന്ന് UK ലോട്ടും നമുക്ക് ഷിപ്പൻറ്റിൽ വണ്ടിയായിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റും. ഫ്രാൻസിലെ കലൈ പോർട്ടിൽ നിന്നാണ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നത്. ഷിപ്പിൽ വണ്ടി ബുക്ക് ചെയ്ത് നമുക്ക് വണ്ടിയിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് UK യിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഹൈവേയിലെ ഈ മെയിൻ്റനൻസിൻ്റെ സ്ഥലം കഴിയാറായെന്ന് തോന്നുന്നു. ഇൻഡിക്കേഷൻസ് ഉണ്ട്, വണ്ടികൾക്ക് സ്പീഡ് കൂടുതലുണ്ട്. കഴിഞ്ഞു, ഇൻഡിക്കേഷൻ ബോർഡുകൾ കഴിഞ്ഞു. ഹൈവേയിൽ നമ്മൾ നല്ല ഫാസ്റ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹൈവേയിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മുന്നിലൊക്കെ പോകുന്ന വണ്ടി നല്ല ഫാസ്റ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനും അതിനനുസരിച്ച് ഫാസ്റ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ ഒരു എക്സിറ്റോടെ എടുക്കണം. ആ എക്സിറ്റ് നമുക്ക് റൈറ്റ് സൈഡിലെ ട്രാക്കിലാണ് എടുക്കേണ്ടത്. പക്ഷെ നമുക്ക് ആ എക്സിറ്റിൻ്റെ അടുത്ത് വരെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ പോവാം, ഫാസ്റ്റായിട്ട് പോവാമല്ലോ. നമ്മളിപ്പോൾ ഈ ഹൈവേയിൽ എൻ്റെ റോഡിൻ്റെ മേളിൽ കണ്ടോ, ഹൈവേയിൽ ഒരു LED ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ LED ബോർഡുകളെന്ന് പറയുന്നത് ഹൈവേയുടെ ലൈവ് കാര്യങ്ങൾ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു ബോർഡാണ്. ഇപ്പോൾ ആ ബോർഡിൽ ശരിക്കും ത്രവാക്സ്, അതായത് വർക്ക് നടക്കുന്നുണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹൈവേയിൽ എവിടേക്കോ വർക്കുകൾ നടക്കുന്നുണ്ട്. എത്ര മീറ്ററാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ അതെനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്നൊക്കെ അത് വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യം നമുക്കത് വായിച്ചെടുക്കാനുള്ള ടൈം കിട്ടും. ഇവിടുന്ന് ഹൈവേ സ്പ്ലിറ്റ് ആവുകയാണ്. നമുക്ക് റൈറ്റ് സൈഡിലെ ട്രാക്ക് കീപ്പ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പയ്യെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറാം ഇൻഡിക്കേറ്റർ ഇട്ട്. ഇവിടെ ഒരു സ്പീഡ് ക്യാമറ ഉണ്ട് കേട്ടോ ഈ റൈറ്റ് സൈഡിലെ ട്രാക്കിൽ. ഇവിടുത്തെ പ്രത്യേകത നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെയാണ്. മുമ്പേ
ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലായിരുന്നു സ്പീഡ് ക്യാമറ ഉണ്ടായിരുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലെ ട്രാക്കിലാണ് സ്പീഡ് ക്യാമറ ഉള്ളത്. പക്ഷേ ഇവിടെ 3 ലൈൻ ട്രാഫിക് പോകുന്നുണ്ട്. കണ്ടോ നിങ്ങൾ? റൈറ്റ് സൈഡിലെ ഹൈവേയിൽ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ റൈറ്റിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ആ ക്യാമറ ബാധകമല്ല. ഇവിടെ എനിക്ക് ട്രാക്ക് മാറേണ്ട കാര്യമില്ല, കാരണം ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രാക്കാണ് റൈറ്റ് സൈഡിലെ ഹൈവേയിലേക്ക് മെർജ് ആവുന്നത്. കണ്ടോ? ഞാൻ ഈ മെർജ് ആയി ഉടനെ അവിടെ ക്യാമറ ഉണ്ട്. ഇവിടെ ഈ ടവർ പോലെ കാണാൻ പറ്റുന്നതാണ് ക്യാമറ. ആ ക്യാമറ എൻ്റെ ട്രാക്കിന് ബാധകമാണ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു ചെറിയ ബെൻഡ് എടുത്ത് ഹൈവേ കംപ്ലീറ്റ് ആയിട്ട് മാറി അങ്ങോട്ട് പോകുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഈ തിരിഞ്ഞ് ഈ ഹൈവേ ഇങ്ങനെ ബെൻഡായി നമ്മൾ നേരെ അങ്ങ് ചെല്ലുമ്പം താഴെക്കൂടെ വേറൊരു ഹൈവേ വന്ന് ഈ ഹൈവേയിലോട്ട് മെർജ് ചെയ്യും. ഒരുപാട് ഹൈവേ ഇൻ്റർസെക്ഷൻസ് ഇതുപോലെ നമ്മൾ പല ടൗണുകളും ക്രോസ് ചെയ്യുമ്പം യൂറോപ്പിൽ ഉണ്ട്. അങ്ങനെ ഇത് കണ്ടോ, താഴെ നിന്ന് ലൈൻ കയറി വരുന്നുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്ത് ഇൻ്റർസെക്ഷൻസ് ക്രോസ് ചെയ്താണ് നമ്മൾ പല സിറ്റീസും കവർ ചെയ്ത് പോകുന്നത്. ഇവർ ഹൈവേ പണിയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഒരു ഹൈവേ പണിതിട്ടാൽ അത് ഒരുപാട് സിറ്റികളിലെ കണക്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഈ സിറ്റികൾക്കൊന്നും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതാണ് ഈ ഹൈവേസ് മുഴുവൻ ക്രോസ് ചെയ്ത് പോകുന്നത്. ഇവിടെയാണ് ആ ഹൈവേ വന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ ജസ്റ്റ് ആ ഹൈവേ വന്നു, ഒരു ട്രാക്കായിട്ട് തന്നെ കയറി വന്ന് കണ്ടോ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലും മറ്റൊരു ഹൈവേ കൂടെ വന്നിട്ട് ഈ ട്രാക്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ഹൈവേ ഇൻ്റർസെക്ഷൻ. അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് വരുന്ന ട്രാക്കിലാണെങ്കിൽ അവിടെ നിന്ന് ഒരു എക്സിറ്റും ഉണ്ട്. അത്രയും വലിയൊരു ജംഗ്ഷനാണ് ഇത് എന്ന് ഒരു രീതിയിലും നമ്മളെ അറിയിക്കാതെ വളരെ സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് വണ്ടികൾ മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. ഫ്രാൻസിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ ഹൈവേകളിൽ വണ്ടി ഓടിക്കുമ്പോൾ ലൈൻ ട്രാഫിക്ക് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ഡ്രൈവറാണെങ്കിൽ ആൾക്ക് ട്രാഫിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വളരെ ഫാസ്റ്റായിട്ട് ഓരോ എക്സിറ്റുകളും കടന്ന് എക്സിറ്റ് തെറ്റാതെ കടന്നു പോകാൻ പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എക്സിറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സിറ്റ് ഏതാണോ അതെടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് വണ്ടി ഹൈവേയിൽ ഓടിക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ആവുകയാണ് ഹൈവേ. ഞാൻ വന്നുകൊണ്ടിരുന്ന റൈറ്റ് സൈഡിലെ ട്രാക്ക് മറ്റൊരു ഭാഗത്തേക്കും പോകും. എനിക്കിപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിലാണ് എനിക്കിപ്പോൾ പോകേണ്ടത്. ഞാൻ ആ ട്രാക്കിലേക്ക് മാറി നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനി അടുത്ത വരുന്ന 2ാമത്തെ എക്സിറ്റ് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. GPS പറയുന്ന പ്രകാരം 2ാമത്തെ എക്സിറ്റാണ്. ഈ വണ്ടി നെതർലാൻഡ്സിൽ നിന്ന് വന്നതാണ് കേട്ടോ. ആ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്ന പോർഷെ. അങ്ങനെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ഹൈവേയിൽ. അങ്ങനെ അടുത്ത എക്സിറ്റ് ആയിരിക്കുകയാണ്. ആ എക്സിറ്റ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ റൈറ്റ് സൈഡിലെ റോഡ് സ്പ്ലിറ്റായി പോവുകയാണ്. നമ്മൾ മെയിൻ ഹൈവേയിൽ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് അടുത്ത എക്സിറ്റ് എടുക്കണം. ഞാൻ പയ്യെ ട്രാക്കൊക്കെ മാറി സ്പീഡൊക്കെ കുറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. തിരിച്ച് വണ്ടി ഡിപ്പോയിൽ കൊണ്ടുപോയിട്ടിട്ട് പയ്യെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി നാളെ അടുത്ത ഷിഫ്റ്റിംഗ് വർക്കുണ്ട്. നമ്മുടെ കമ്പനി ഫ്രാൻസിൽ ടൂർ ഓപ്പറേഷൻസും ഹൗസ് ഷിഫ്റ്റിംഗ് വർക്കുകളുമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ലോജിസ്റ്റിക്സ് സ്റ്റാർട്ടപ്പാണ്. കമ്പനീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ പറയാം. നമ്മളിങ്ങനെ വീണ്ടും ഹൈവേ കൂടെ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ഹൈവേയിലേക്കൊരു ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇൻ്റർസെക്ഷനുകൾ ഈ റോഡിലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ റൈറ്റ് സൈഡിലെ ട്രാക്ക് കീപ്പ് ചെയ്ത് പയ്യെ പോകുമ്പോഴേ ആ പോർഷെ വീണ്ടും നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി കേട്ടോ. പുള്ളിക്കാരൻ അങ്ങനെ നെതർലാൻഡ്സ് വരെ ഓടിയാത്തണ്ടല്ലേ, പുള്ളി പോട്ടെ, നമുക്ക് പയ്യെ പോവാം. അങ്ങനെ നമ്മൾ സ്പീഡൊക്കെ കുറച്ച് എക്സിറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി ഇങ്ങനെ ഹൈവേയുടെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ഗോൾഡ് വിൻ പോയത് കണ്ടോ. പറന്നങ്ങ് പോയി ആള് റൈഡറാന്ന് തോന്നുന്നുണ്ടേ. യൂറോപ്പിലെ ഹൈവേ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ലൈൻ ട്രാഫിക്ക് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ഹൈവേയിൽ നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട ട്രാക്ക് മാറുമ്പോൾ നമ്മൾ പുറകെ പോകുന്നവരാണെങ്കിൽ പോലും നമ്മളും അതനുസരിച്ച് നമ്മുടെ ട്രാക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാലേ ആ ഒരു സ്പീഡിൻ്റെ എക്കണോമിക് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഹൈവേയിൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നത് സ്പീഡ് ആവറേജ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് 100 km സ്പീഡിൽ തന്നെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടില്ല. നമ്മളെപ്പോഴും വണ്ടിക്ക് ഒരു ബഫർ ഇടണം. ഒരു 90 to 100. ഇപ്പോൾ 100 ആണ് നമ്മുടെ എക്സിറ്റ് ലിമിറ്റ് എങ്കിൽ എൻട്രി ലിമിറ്റ് ആയിട്ടുള്ള 90 km കീപ്പ് ചെയ്തിട്ട് 90-100 എന്ന് പറഞ്ഞിട്ട് ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കാതെ വണ്ടിനെ ത്രോട്ടിലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നൊരു ഡ്രൈവറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മൈലേജ് ഈ ഹൈവേസിൽ ലഭിക്കുന്നതാണ്. നമ്മളങ്ങനെ എക്സിറ്റ് എടുത്ത് നമ്മുടെ ഡിപ്പോയുടെ അടുത്തുള്ള എക്സിറ്റ് എടുത്ത് നമ്മൾ സിഗ്നലിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പാർക്കിങ്ങും ഡിപ്പോയും ഒക്കെ വരുന്നത്.
അങ്ങനെ നമ്മൾ സിഗ്നലിലേക്ക് എത്തി. സിഗ്നൽ റെഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്തണം. അങ്ങനെ നമ്മൾ സിഗ്നലിലെത്തി. അപ്പോൾ ശരി, എന്നാൽ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.